Hi dear friends, I am Safna. നമ്മളുടെ അടുക്കള ജോലികളെ എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് വെളുത്തുള്ളിയുടെ തൊലി എങ്ങനെ ഈസി ആയിട്ട് കളയാം, വേഗത്തിൽ കളയാം എന്ന് നോക്കാം. സാധാരണ കേസിൽ നമ്മൾ വെളുത്തുള്ളി പൊളിക്കുമ്പോൾ കുറച്ച് നേരം കൂടുതൽ എടുക്കും ഓരോ സ്ലൈസിൻ്റെയും. അതിൻ്റെ തൊലി വളരെ നൈസാണ്, അതുകൊണ്ട് തന്നെ കുറേ നേരം കൊണ്ടേ നമുക്കിത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി എങ്ങനെ ഈസി ആയിട്ട് പൊളിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വെളുത്തുള്ളിയുടെ ഈ മുകൾ ഭാഗം ഒന്ന് പതിയെ കട്ട് ചെയ്ത് കളയാം. കുറച്ച് ചെറിയ ഇളം ചൂടുവെള്ളം, ഇത്തിരി അത്യാവശ്യം ചൂട് വേണം. ആ ചൂടുവെള്ളത്തിലേക്ക് വെളുത്തുള്ളീനെ ഇട്ട് വയ്ക്കണം. ഒരു 10 മിനിറ്റ് മുഴുവനായിട്ട് ഇടണമെന്നില്ല. ഇതിൻ്റെ തൊലി വളരെ നൈസായതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ തൊലി വേഗം വെള്ളത്തിൽ അലുത്തോളും. ഒരു 5-10 മിനിറ്റ്, അതിൻ്റെ അപ്പുറം വെക്കേണ്ട ഇത്. അപ്പോൾ നമുക്കതിൻ്റെ തൊലി വേഗം പൊളിച്ചെടുക്കാൻ പറ്റും. കുറച്ച് നേരം വെള്ളത്തിലിട്ട വെളുത്തുള്ളിയാണിത്. ഇതിൻ്റെ തൊലി നമുക്ക് കൈകൊണ്ട് വേണം നീക്കി കളയാവുന്നതേ ഉള്ളൂ. എന്നാലും കത്തി വെച്ചാകുമ്പോൾ ഒന്നും കൂടെ വേഗത്തിൽ ഇതിൻ്റെ തൊലി വേഗം നീക്കാൻ പറ്റും. അടുത്ത ടിപ്പ്, നമ്മളുടെ വീട്ടിൽ മേടിക്കുന്ന പരിപ്പ്, പയർ ഇവ എങ്ങനെ കേടുകൂടാതെ, കേടെന്ന് പറഞ്ഞാൽ അതേ ഇതുപോലുള്ള ചെറിയ പ്രാണികൾ, അതുപോലുള്ള പ്രാണികളൊന്നും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതാണ് അടുത്ത ടിപ്പായിട്ട് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിൽ സാധാരണ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല, എന്നാലും കിട്ടുവാണെങ്കിൽ ഇതുപോലത്തെ ആര്യവേപ്പിൻ്റെ ഇല ഇതിൽ ഇട്ട് വയ്ക്കാം. ഇട്ട് അടച്ച് മൂടി വയ്ക്കുകയാണെങ്കിൽ ഇതിൽ ഒരു തണ്ടൊക്കെ മതിയാവും. കുറച്ച് പരിപ്പല്ലേ ഉള്ളൂ. അപ്പോൾ പരിപ്പിൽ മാത്രമല്ല, അരി, ഉഴുന്ന്, പയർ, നമ്മളുടെ വീട്ടിൽ മേടിക്കുന്ന എല്ലാ പയർ വർഗ്ഗങ്ങളിലും അരിയിലും ഒക്കെ ഇട്ട് വയ്ക്കാവുന്നതാണ് ഈ ആര്യവേപ്പിൻ്റെ ഇല. അതിൻ്റെ ഈ കയ്പ്പ് കാരണം ഈ പ്രാണി വേഗം പോയി കിട്ടും. അടുത്തതായിട്ട് ഉരുളക്കിഴങ്ങ് നമ്മൾ മുഴുവനോടുകൂടി പുഴുങ്ങി സാധാരണ കട്ട്ലറ്റ്, ബോണ്ട അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മുഴുവനോടെ കൂടെ പുഴുങ്ങും. അത് കഴിഞ്ഞിട്ട് തൊലി കളയൽ കുറേ നേരം കൊണ്ടിട്ടാണ് തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വേഗം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്പാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങാനിടുന്നതിന് മുമ്പ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചുറ്റും ഒന്ന് പതിയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഡീപ്പായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് പതിയെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ പുഴുങ്ങാനുള്ള വെള്ളത്തിലേക്ക് ഇടുക. ഇത് ഞാൻ അങ്ങനെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങാണ്. ഇതിൻ്റെ പീലിങ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇതുപോലെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് പീൽ ചെയ്യാൻ സാധിക്കും. സാധാരണ നമ്മുടെ വീട്ടിൽ നമുക്ക് മിക്കപ്പോഴും പറ്റണതാണ്, നമ്മളുടെ പഞ്ചസാര പാത്രം ചിലപ്പോൾ മൂടുമ്പോൾ ചിലപ്പോൾ മുറുകില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും വേഗം ഉറുമ്പ് കയറും. ഈ ഉറുമ്പിനെ നമുക്ക് എങ്ങനെ വേഗം നീക്കാം എന്നുള്ളതാണ് ഞാൻ അടുത്ത ടിപ്പായിട്ട് പറയുന്നത്. അതിനായിട്ട് നമ്മൾ 1-2 കറയാമ്പൂ എടുക്കുക. എന്നിട്ട് ഈ പാത്രത്തിലിട്ട് അടച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ കറുത്ത ഉറുമ്പൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ വേഗം പോയിന്നിരിക്കും. പക്ഷേ ചുമന്ന ഉറുമ്പാണെങ്കിൽ കുറച്ച് നേരം നമ്മൾ അടച്ചു മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പതിയെ പാത്രത്തിൻ്റെ മോൾ ഭാഗത്ത് വന്നിട്ട് അനങ്ങാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കും. അത് പിന്നെ നമ്മൾ തുടച്ചങ്ങോട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ ഉറുമ്പിനെ ഇതുപോലെ പഞ്ചസാര പാത്രത്തിലൊക്കെ ഉറുമ്പ് കയറി കഴിഞ്ഞാൽ കളയണമെങ്കിൽ ഇതുപോലെ 2 കറയാമ്പൂ അതിലേക്ക് ഇട്ടാൽ മതി.